Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട question and answers ആണ്. Question number 1. Nowadays, mass production is carried out by the industries in anticipation of demand. Hence, goods are stored in warehouses till they are required. Explain 6 functions of warehousing. Directly question ചോദിച്ചിരിക്കുകയാണ് functions of warehousing. ഇന്നത്തെ കാലത്ത് മാസ് പ്രൊഡക്ഷൻസ് നടക്കാറുണ്ട്. ഇൻഡസ്ട്രീസ് ഡിമാൻഡ് ഇപ്പോൾ വരാതിരിക്കാന്നൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ മാസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെയർ ഹൗസുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് വെയർ ഹൗസിന്റെ ഫങ്ഷൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഫങ്ഷൻസ് ഓഫ് വെയർ ഹൗസിംഗ് എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജസ്റ്റ് ആൻസേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. Warehouse helps in supplying the goods to the customers when it's needed. Goods supply ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളപ്പോൾ സപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Second point, by maintaining a balance of supply of goods, warehousing leads to price stabilization. ഡിമാൻഡ് ഉള്ളപ്പോൾ കറക്റ്റായിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യാം, ആൾക്കാർക്ക് ഡിമാൻഡ് ഉള്ളപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അത് പ്രൈസ് സ്റ്റെബിലൈസേഷന് കാരണമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ബൈ കീപ്പിംഗ് ദ ഗുഡ്സ് ഇൻ ദ വെയർഹൗസ് ദ ട്രേഡർ ക്യാൻ റിലീവ് ഹിംസെൽഫ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കീപ്പിംഗ് ഓഫ് ഗുഡ്സ്. കറക്റ്റായിട്ട് വെയർഹൗസിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ട്രേഡർ ഓട്ടോമാറ്റിക്കലി ആ റെസ്പോൺസിബിലിറ്റി നിന്ന് മാറും. പിന്നെ അത് അവിടെ ഇരുന്നോളും, സൂക്ഷ്മമായിട്ട് അവിടെ ഇരുന്നോളുമല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ദ വെയർഹൗസ് പെർഫോംസ് ദ ഫംഗ്ഷൻ ഓഫ് ഡിവൈഡിംഗ് ദ ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഇൻ ടു സ്മോളർ ക്വാണ്ടിറ്റീസ്. വെയർഹൗസ് ആണ് ശരിക്കും ഈ ബൾക്കായിട്ടുള്ള ഗുഡ്സ് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നത്. സോ ആ ഫംഗ്ഷനും വെയർഹൗസ് ചെയ്തോളും. Question number 2. Venu has a few dishonest employees in his business organization. He wants to take an insurance policy covering the risk arising from the dishonesty of his employees. Which type of policy does he have to take? ഇവിടെ ഇൻഷുറൻസ് പോളിസീൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, വേണുവിന് കുറച്ച് ഡിസോണസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് അയാളുടെ ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവാം എന്നുള്ളത് ഒരു റിസ്ക് ആ വ്യക്തിക്കുണ്ട്. സോ അത് കവർ ചെയ്യാനായിട്ട്, ആ റിസ്ക് കവർ ചെയ്യാനായിട്ട് എംപ്ലോയീസിൻ്റെ ഡിസോണസ്റ്റി മാറ്റാനായിട്ട് ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് ടൈപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ ആണ് ഫിഡിലിറ്റി ഇൻഷുറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലാസിഫൈ ദ ഫോളോയിങ് ബാങ്ക്സ് ഇൻ ടു അപ്രോപ്രിയേറ്റ് കാറ്റഗറീസ്. നിങ്ങൾക്ക് 3-4 മേ ബി 8 കൈൻഡ് ഓഫ് ടൈപ്സ് ഓഫ് ബാങ്ക്സിന്റെ പേര് തരും. അത് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യണം. ഇവിടെ നമ്മൾ ആൻസർ കൊടുത്തിട്ടുള്ള നോക്കൂ. IDBI, HDFC, HSBC ഇത് 3 പ്രൈവറ്റ് ബാങ്കാണ്. കാനറ ബാങ്ക് പബ്ലിക് ബാങ്കാണ്. ആക്സിസ് ബാങ്ക്, സിറ്റി ബാങ്ക് ഇതൊക്കെ ഫോറിൻ ബാങ്ക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അഖിൽ പർച്ചേസ്ഡ് എ ന്യൂ കാർ ഫോർ 2,50,000 and insured it with the Oriental Insurance Company and National Insurance Company for 2,50,000 each. On an accident, the car was damaged completely and he claimed compensation from both the companies. Can he get the compensation from both the companies? Explain the relevant principle of insurance here. അഖില് 2,80,000 രൂപയ്ക്ക് ഇൻഷുറൻസ്, അയാളുടെ കാറിനൊരു ഇൻഷുറൻസ് എടുത്തു. അതേ രൂപയ്ക്ക് അയാൾ വീണ്ടും ഒരു ഇൻഷുറൻസും കൂടി എടുത്തു. ഒരു ആക്സിഡന്റിൽ അയാൾക്ക് ഡാമേജ് ഉണ്ടായി. ഇപ്പൊ 2 സ്ഥലത്തു നിന്നും അയാൾക്ക് ആ ഇൻഷുറൻസ് കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരിക്കലും കിട്ടത്തില്ല അല്ലെ. ഹി വിൽ നോട്ട് ഗെറ്റ് കോമ്പൻസേഷൻ ഫ്രം ബോത്ത് ദ കമ്പനീസ്. അഖിലിന് എത്രയാണോ ലോസ് ഉണ്ടായത് അത് ഒരു സ്ഥലത്തു നിന്നും കിട്ടും. സഫർ ചെയ്ത ലോസ് അയാൾക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും 2 സ്ഥലത്തു നിന്നും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്ന് വെച്ച് 2 സ്ഥലത്തു നിന്നും അതിന്റെ കവറേജ് ലഭിക്കുന്നതല്ല. ഇവിടെ ഏത് തരത്തിലുള്ള പ്രിൻസിപ്പിൾ ആണ് വയലേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആപ്ലിക്കബിൾ ഹിയർ ഇസ് കോൺട്രിബ്യൂഷൻ. certain cases the same subject matter insured with one or more insurer. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നോ അതിലധികം ഇൻഷുറൻസ് അടുത്ത് ചില സമയത്ത് ചില കാര്യങ്ങൾ ഇൻഷുറൻസ് ചെയ്യപ്പെടും. ലോസ് വരുമ്പോൾ
The insured is eligible to receive the claim only up to the amount of actual loss. എത്ര ലോസ് ആണോ അയാൾക്ക് ഉണ്ടായത് അത് മാത്രമേ അയാൾക്ക് കവറേജ് കിട്ടത്തുള്ളൂ. If the insured claims full amount of loss from one insurance company, he is not eligible to get any amount from other insurance companies. Clear? So ഇയാൾ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഷുറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബാബു, a businessman, wants to know the essential principles of insurance. You have to help him briefly explaining any principles of insurance. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇത് മുഴുവൻ നമ്മൾ ഒരു തവണ പഠിച്ച കാര്യങ്ങളാണ്. ഒരിക്കൽ കൂടി ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് പോയിന്റ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ള പ്രിൻസിപ്പിൾ ആണ്. വാട്ട് ഈസ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്? The insured must disclose all material facts about the subject matter. പരിപൂർണ വിശ്വാസത്തിലായിരിക്കണം ഒരു ഇൻഷുറൻസ് പോളിസിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഷുറർക്ക് മറ്റൊരു രീതിയിൽ ആ ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യാനോ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പിന്മാറാനോ സാധിക്കും. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളതാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. The insured must have an insurable interest in the subject matter of insurance. Insurable interest means the interest shown by the insured in the continued existence of the subject matter or the financial loss he is subjected to an happening of an event against which it has been insured. എന്തായിരുന്നു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഇൻഷുർഡിന് അയാൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. ആ സബ്ജക്ട് മാറ്റർ അയാൾക്ക് വാല്യുബിൾ ആയിരിക്കണം. അല്ലാതെ ചുമ്മാ വാല്യൂ ഒന്നും ഇല്ലാത്ത ഒരു അയാൾക്ക് ഇത് പോയാലും പോയില്ലെങ്കിലും ഒന്നുമില്ല, അയാൾ അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അയാൾക്ക് ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതിൽ നിന്നൊരു നഷ്ടമുണ്ടായ അയാൾക്ക് ഫിനാൻഷ്യൽ ലോസ് വരണം. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് മാത്രമേ ഇൻഷുറൻസ് എടുക്കാവൂ. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡെമിനിറ്റി. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്? ഓൾ ഇൻഷുറൻസ് കോൺട്രാക്ട്സ് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആർ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ് ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ്? ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ഇൻഡെമിനിറ്റി ഓഫ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നവയാണ്. According to the principle of indemnity, in the event of occurrence of loss, the insured will be indemnified to the extent of the actual value of his loss or sum insured, whichever is less. The objective behind this principle is nobody should treat insurance contract as a source of profit. ഏതെങ്കിലും ഒരു സബ്ജക്ട് മാറ്റർ വെച്ച് നമുക്ക് നഷ്ടമുണ്ടായാൽ അതിന്റെ നഷ്ടത്തിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ഒന്നെങ്കിൽ ആ വാല്യൂ എത്രയാണോ അല്ല ഇൻഷുറബിൾ എമൗണ്ട് എത്രയാണോ ഇതിൽ ഏതാണോ ചെറുത് അത് പേയ്മെന്റ് ചെയ്യപ്പെടാൻ പറ്റുകയും ചെയ്യുന്നത് തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡെമിനിറ്റിയുടെ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? ഇതൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ആരും കാണാൻ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, the insured is compensated for the loss to the property insured by him. The right of ownership of such property passes to the insurer. This is because the insured should not be allowed to make any profit by selling the damaged property. എന്തായിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് സബ്രഗേഷൻ പറഞ്ഞത്? ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു സബ്ജക്ട് മാറ്ററിന് ഡാമേജ് ഉണ്ടായി അയാൾ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓണർഷിപ്പ് ഇൻഷുറൻസ് കമ്പനിക്ക് ട്രാൻസ്ഫർ ആവും. ഇവിടെ നമ്മൾ ഒരു വണ്ടി ഫയർ ആക്സിഡന്റ് വഴി കത്തിപ്പോയി ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇൻഷുറൻസ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുക. അതിനുശേഷം അതിന്റെ ഓണർഷിപ്പ് ആ ഇൻഷുറൻസ് കമ്പനിക്കാണ്. അത് നിങ്ങൾക്ക് വീണ്ടും വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാനായിട്ട് പാടില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. എന്തായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ?
We can read this. When the loss is the result of two or more causes, the proximate cause for the loss alone will be considered by the insurance company for admitting the claim. ഏതെങ്കിലും തരത്തിൽ ഒന്നോ അതിലധികമോ ഒരു കാരണത്താൽ ഒരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് കോസ് ആയിരിക്കും കാരണമായിട്ട് കൺസിഡർ ചെയ്യുക. അതാണ് കോസ പ്രോക്സിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് കോൺട്രിബ്യൂഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്താണ്? ഇൻ സർട്ടൻ കേസസ് the subject matter is insured with one or more insurer. തൊട്ട് മുൻപുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചതാ. In case there is a loss, the insured is eligible to receive claim only up to the amount of actual loss suffered by him. എത്രയാണോ ഒരു വ്യക്തിക്ക് ഒന്നോ അതിലധികമോ ടൈപ്പ് ഓഫ് കമ്പനിയിലെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അയാൾക്ക് എത്രമാണോ നഷ്ടമുണ്ടായത് അത് മാത്രമേ കവർ ചെയ്ത് എടുക്കാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ വയലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കുറച്ച് മുമ്പ് റീഡ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മിസ് ആമി ഇൻഷുർ ഹെർ ടു വീലർ ആൻഡ് മേക്സ് റെഗുലർ പേയ്മെന്റ് ഓഫ് പ്രീമിയംസ്. ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് she decided to surrender the policy. Can she do it or not? Justify. ആമി പറഞ്ഞിരിക്കുന്നത് രണ്ട് ടൂ വീലറിന്റെ റെഗുലർ പേയ്മെന്റ്സ് അയാൾ നടത്തിക്കൊണ്ടിരുന്നു. ആ ഇൻഷുറൻസ് സറണ്ടർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആൻസർ ഇസ് നോ. ലൈഫ് ഇൻഷുറൻസ് പോളിസി മാത്രമേ സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ അതിന്റെ ഡിഫറൻസിന്റെ സമയത്ത് പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ്. ജനറൽ ഇൻഷുറൻസ് പോളിസീസ് സറണ്ടർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ. Next question. Miss Jamie Jones has started a new ready-made garments unit. She decided to open an account in nationalized bank. She has no clear idea which type of account is suitable to business people. ജെമിക്ക് ഒരു ബിസിനസ് തുടങ്ങണം, അതിനു വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കണം. പക്ഷെ അവർക്ക് ഒരു ഐഡിയ ഇല്ല ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ, യു ഹാവ് ടു സജസ്റ്റ് ഹർ വിച്ച് അക്കൗണ്ട് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹർ ആൻഡ് വൈ. ഏത് അക്കൗണ്ട് ആയിരിക്കും ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ജെമിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഓഫ് കോഴ്സ് കറണ്ട് അക്കൗണ്ട്സ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. കാരണം റീസൺ എന്താ, അവിടെ ഒരു ലിമിറ്റ് ഇല്ല. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും വിഡ്രോവൽ ചെയ്യുന്നതിനും ഒരു ലിമിറ്റ് ഇല്ല. അത് മാത്രമല്ല ബിസിനസ് പേഴ്സണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട്. Next question. One of your friends intends to become an insurance agent. He wants to know major difference between life insurance and general insurance. Can you make him understand at least 4 major differences? ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പോയിന്റ്സ് എഴുതുക. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് അഷ്വറൻസ് ആണ്. ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസിന്റെ കവറേജ് ലോങ് ആണ്, ജനറൽ ഇൻഷുറൻസിന്റെ കവറേജ് ഷോർട്ട് ആണ്. ലൈഫ് ഇൻഷുറൻസിലെ പോളിസി സറണ്ടർ ചെയ്യാൻ പറ്റും, ജനറൽ ഇൻഷുറൻസിൽ കനോട്ട് ബി സറണ്ടേർഡ്. ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. ജനറൽ ഇൻഷുറൻസിന്റെ കേസിൽ ഹാപ്പൻ ചെയ്യുന്നുള്ളത് അൺസർട്ടൻ ആണ്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ഒരു കോൺട്രാക്ടിന്റെ കാര്യത്തിൽ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കും. ജനറൽ ഇൻഷുറൻസിൽ മറൈന്റെ കേസിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആ ഒരു ടൈം സംഭവിക്കുന്ന ടൈമിലാണ്. കോൺട്രാക്ട് ഫയറിന്റെ കേസിലാണെങ്കിൽ അത് സംഭവിച്ചാൽ സംഭവിച്ചു, എല്ലാം നമുക്ക് അൺസർട്ടൻ ആയിരിക്കും. ലൈഫ് ഇൻഷുറൻസിൽ മെഡിക്കൽ എക്സാമിനേഷൻ അത്യാവശ്യമാണ്, ജനറൽ ഇൻഷുറൻസിൽ മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമില്ല. സോ ഇത്രയും അധികം ഡിഫറൻസുകൾ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും തമ്മിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് മാച്ച് ദ ഫോളോയിങ്. അതായത് ഒരു ടേം തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ടേംസ് കണ്ടെത്തുക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ആൻസേഴ്സ് ആണ്. യു ഹാവ് ടു മിങ്കിൾ വിത്ത് ദിസ് കൈൻഡ് ഓഫ് വേർഡ്സ് ആൻഡ് ടേംസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാണ് ഇന്റർനെറ്റ്, വെബ്സൈറ്റ് എന്നിവ. നെക്സ്റ്റ് വൺ നോക്കൂ, ഹിൻഡ്രൻസ് ഓഫ് ട്രേഡ്. ഹിൻഡ്രൻസ് ഓഫ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്ലേസ് യൂട്ടിലിറ്റി, അതിനെ കവർ ചെയ്യാനുള്ളതാണ് ട്രാൻസ്പോർട്ട്. ദെൻ എൻറ്റർപോർട്ട്, അതിനായിട്ട് ബന്ധപ്പെട്ടാണ് ഇമ്പോർട്ട്, റീ എക്സ്പോർട്ട്. റീ എക്സ്പോർട്ട് ആണല്ലോ എൻറ്റർപോർട്ട് എന്ന് പറയുന്നത്.
Then insurance, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റിസ്ക് പ്രൊട്ടക്ഷൻ. Then research ചെയ്യുമ്പോഴാണ് ഇന്നോവേഷൻ, ന്യൂ പ്രോഡക്ട്സ് ഡെവലപ്മെന്റ്. Next question നോക്കാം. Mr. Sibi took an insurance policy from Life Insurance Corporation for rupees 1 lakh. His car is insured with National Insurance Company for 5 lakh. Identify types of insurance mentioned above. State the important difference between two forms of insurance. Already നമ്മൾ ഡിഫറൻസുകൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഏതൊക്കെയാണ് ഈ രണ്ട് ഇൻഷുറൻസിന്റെ ടൈപ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലൈഫ് ഇൻഷുറൻസ് 1 ലാഖിന് എടുത്തത് ലൈഫ് ഇൻഷുറൻസിന്റെ ടൈപ്പും 5 ലാഖിന് എടുത്തത് ജനറൽ ഇൻഷുറൻസും ആണ്. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. You are invited to present a seminar on latest trends in banking. Prepare a seminar paper about the modern facilities offered by banks to their customers. എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും? ഈ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പ്രധാനമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണെങ്കിൽ ഈ ബാങ്കിങ് സർവീസ് പ്രൊവൈഡഡ് ബൈ മെനി ബാങ്ക്സ് ദാറ്റ് അലൗസ് കസ്റ്റമേഴ്സ് ടു കണ്ടക്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, fund transfer, checking accounts, paying bills, requesting checkbook over the internet, using a personal computer, mobile phone. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം മെൻഷൻ ചെയ്ത് പോകാൻ പറ്റും. ചീഫ് ആയിട്ടുള്ള സർവീസസ് ലൈക്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻസ്, പോയിന്റ് ഓഫ് സെയിൽ, ഇതൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ ബാങ്കിങ്ങിലും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് 24 hours 365 days സർവീസ് ആണ് ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് പെർമിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഇവരുടെ ത്രൂ ചെയ്യാനായിട്ട്, മൊബൈൽ ഫോൺ ത്രൂ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന്റെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ബാങ്കിന് അൺലിമിറ്റഡ് നെറ്റ്വർക്ക്സ് കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ ക്ലാസ് റൂം ഡിസ്കഷൻ സൗരവ് മെൻഷൻ ദാറ്റ് reinsurance and double insurance are same. Do you agree? Justify your answer. രണ്ട് ടേംസ് ആണ് തന്നിരിക്കുന്നത്. റീഇൻഷുറൻസും ഡബിൾ ഇൻഷുറൻസും സെയിം ആണോ എന്നുള്ളത്. റീഇൻഷുറൻസും ഡബിൾ ഇൻഷുറൻസും സെയിം ആണോ? അല്ല, അത് രണ്ട് ടേംസ് ആണ്. No, reinsurance and double insurance are different. Reinsurance is a contract of insurance entered by the insurer with a view to spread a part of all of the original risk. When the same subject matter insured more than one insurer, which is called double insurance. ഒരു ഇൻഷുറൻസ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ ഒന്നോ അതിലധികമോ ഇൻഷുററുമായിട്ട് നമ്മൾ ഏർപ്പെട്ട് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ ഇൻഷുറൻസ് എന്നും, റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് കോൺട്രാക്റ്റിന്റെ റിസ്ക് മറ്റൊരു പാർട്ടിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ റീ ഇൻഷുറൻസ് എന്നും പറയുന്നു. ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് അവരുടെ റിസ്ക് കൊടുക്കുകയാണ്, അതിനാണ് റീ ഇൻഷുറൻസ് കമ്പനി. ഡബിൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരേ വ്യക്തി രണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് പോയി ഇൻഷുറൻസ് എടുക്കുന്നു ഒരേ സബ്ജക്ട് മാറ്റർ. ദാറ്റ് ഈസ് കോൾഡ് ഡബിൾ ഇൻഷുറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിൽക്കുന്ന ഒരു മാച്ച്ഡ് കോളം ആണ് എ ആൻഡ് ബി. കോളം എയിൽ നോക്കൂ, ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് ഇൻഡെമിനിറ്റി ആണെന്ന് നമുക്കറിയാം. പോസ്റ്റൽ സർവീസിന്റെ ഒരു പാർട്ടാണ് കിസാൻ വികാസ് പത്ര. അത് നിങ്ങൾക്ക് അത്ര പരിചയമില്ലായിരിക്കും. അപ്പോൾ വി ഹാവ് ടു ഗോ ടു നെക്സ്റ്റ് ഓപ്ഷൻ. ടെലികോം വിസാറ്റ് സർവീസസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് പോയിട്ടുള്ളത്. ഇ ബാങ്കിങ്, പോയിന്റ് ഓഫ് സെയിൽ. അപ്പൊ ഇവിടെ നമുക്ക് ഫയർ ഇൻഷുറൻസും ടെലികോമും ഇ ബാങ്കിങ്ങും പരിചയമുണ്ട്. പരിചയമില്ലാത്തതാണ് പോസ്റ്റൽ സർവീസ്. അത് എക്സ്ട്രാ വരുന്ന ഒരു പോയിന്റ് ആയിട്ടുള്ള കിസാൻ വികാസ് പത്രയുടെ ആണെന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ വേണം നിങ്ങൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഐ എം എ വെയർഹൗസ് ലൈസൻസ്ഡ് ബൈ ഗവൺമെന്റ് ടു അക്സെപ്റ്റ് ഇമ്പോർട്ടഡ് ഗുഡ്സ് പ്രയർ ടു പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി. ഹു ആം ഐ? ഈ വെയർഹൗസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ലൈസൻസ് ഉള്ള ഇമ്പോർട്ടഡ് ഗുഡ്സ് ടാക്സിനും കസ്റ്റംസും പേയ്മെന്റിന് മുൻപ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വെയർഹൗസ് ആണ്. ഇത് ഏതാ വെയർഹൗസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. സൈറ്റ് ബോണ്ടഡ് വെയർഹൗസ് ആണ് ഇത്തരത്തിലുള്ള വെയർഹൗസുകൾ. സോ ടൈപ്സ് ഓഫ് വെയർഹൗസുകൾ പരിചയപ്പെട്ടിരിക്കണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ വെയർഹൗസസ് which accept imported goods prior to the payment of customs duty, that is bonded warehouse. Already നമ്മൾ പറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് മാച്ച് ദ കോളം ആണ്. Again ഒരു മാച്ച് ദ ഫോളോയിങ് വന്നിരിക്കുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് ട്രാൻസ്പോർട്ട് ആണ്. ട്രാൻസ്പോർട്ട് റിമൂവ്സ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ക്വിക്ക് ആക്സസ് ടു കസ്റ്റമേഴ്സ്. കോപ്പറേറ്റീവ് ബാങ്ക് റൂറൽ ക്രെഡിറ്റ് കൊടുക്കും. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഉള്ളത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. റൈറ്റ് ടൈം ഇൻഫർമേഷൻ പോസിബിൾ ആണ്. സെൻട്രൽ ബാങ്ക് ബാങ്കേഴ്സ് ബാങ്ക് ആണ്. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് കോളംസ് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഏതൊക്കെയാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്, അതേപോലെ സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമുക്കറിയാം. ഒന്ന്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. കറന്റ് ഡെപ്പോസിറ്റ് ഇത് യൂഷ്വലി ഓപ്പൺ ചെയ്യുന്നത് ബിസിനസ്മാന് വേണ്ടിയിട്ടാണ്. അതിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതിന് എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ്സ് ആൻഡ് വിഡ്രോവൽസ് ചെയ്യാം. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് പോയിന്റ് സേവിംഗ് ഡെപ്പോസിറ്റ് ആണ്. സേവിങ്സ് ഡെപ്പോസിറ്റ് സേവിങ്സ് ഇൻഡിവിജ്വൽസിന്റെ സേവിങ്സ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് RBI ഇതിന് കൊടുക്കുന്നുണ്ട്. വിഡ്രോവൽ ഓഫ് ദീസ് അക്കൗണ്ട്സിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളതായിരുന്നു ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ്സ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഒരു മെച്യൂരിറ്റി പീരീഡിന് ശേഷം മാത്രം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്. പിന്നെ ലെൻഡിങ് ഓഫ് ഫണ്ട്സ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെൻഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ലോൺസ്, അഡ്വാൻസസ്, അതേപോലെ തന്നെ മണി റിസീവ് ചെയ്യുന്നതിന് പ്രോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതിന് ലെൻഡ് ചെയ്യുന്നതൊക്കെ ഇത് ത്രൂ ആണ്. ഡിസ്കൗണ്ട് ചെയ്യുന്ന ട്രേഡ് ബിൽസ്, ടേം ലോൺസ്, കൺസ്യൂമർ ക്രെഡിറ്റ്സ്, അഡ്വാൻസസ് എക്സെട്ര ഇതൊക്കെ. അപ്പൊ ലോൺസ് കൊടുക്കാന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ലോൺസ് ഉണ്ട്. ഒന്ന് ക്യാഷ് ക്രെഡിറ്റ്. ഈ അഗ്രിമെന്റ് പ്രകാരം ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെ കറണ്ട് അസറ്റിനെതിരായിട്ട് കറണ്ട് അസറ്റ് വെച്ച് ക്യാഷ് ക്രെഡിറ്റ്സ് കൊടുക്കാറുണ്ട്. ഇവിടെ ബോറോവറിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആവും. അതിന് സാങ്ഷൻ ലിമിറ്റ് വരെ ക്രെഡിറ്റ് കിട്ടും. ചെറിയൊരു ഇൻട്രസ്റ്റ് ഇതിന് ചാർജ് ചെയ്യും. അതാണ് ക്യാഷ് ക്രെഡിറ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവരുടെ വിഡ്രോയിങ് ലെവലിന്റെ കുറച്ചും കൂടെ കൂടുതലായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ആക്ച്വൽ എമൗണ്ട് എത്രയാണ് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് പിൻവലിച്ചത് ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓവർ ഡ്രാഫ്റ്റ് ഗ്രാൻഡ് ചെയ്യുന്നത് ബിസിനസ് മാൻസ് ആണ് കൂടുതലും കൊടുക്കാറുള്ളത്. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഈ റേറ്റിൽ ബാങ്ക് ആളുകൾക്ക് കസ്റ്റമേഴ്സിന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ചിട്ട് അത് സെക്യൂരിറ്റി ആയിട്ട് വെച്ച് അതിന് എഗനിസ്റ്റ് ആയിട്ട് ഒരു എക്സ്പയറി ഡേറ്റ് വരെ ഒരു എമൗണ്ട് കൊടുക്കും. അതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. അത് ഏജൻസി ഫങ്ഷൻസും യൂട്ടിലിറ്റി ഫങ്ഷൻസും. ഏജൻസി ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് കസ്റ്റമറിന്റെ ഒരു ഏജന്റ് ആയിട്ട് നിന്ന് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ് അത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന് ചെക്ക് ഫെസിലിറ്റി. ചെക്ക് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ബാങ്ക് കസ്റ്റമേഴ്സിന് പ്രോപ്പർ ആയിട്ട് ചെക്ക് ഡ്രോൺ ചെയ്ത് കൊടുക്കും. 2-3 ടൈപ്പ് ഓഫ് ചെക്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബെയറർ ചെക്ക്, ഓർഡർ ചെക്ക്. ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എൻക്യാഷ് ചെയ്ത് കൊടുക്കുന്ന ചെക്കാണ്. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി പേയിന്റെ അക്കൗണ്ടിലോട്ട് മാത്രം കൊടുക്കുന്ന ചെക്കാണ് ക്രോസ്ഡ് ചെക്ക്. പിന്നെ ഇൻഷുറൻസ് പ്രീമിയംസ് പേ ചെയ്ത് കൊടുക്കാറുണ്ട്. ടെലിഫോൺ ചാർജസ് കൊടുക്കാറുണ്ട്. ഡിവിഡൻഡ് കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഷെയർസിന്റെ ഡിബഞ്ചേഴ്സിന്റെയും സെയിൽസും പർച്ചേസും ചെയ്യാറുണ്ട്. ട്രസ്റ്റി ആൻഡ് എക്സിക്യൂട്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ക്രെഡിറ്റ് ഇൻഫർമേഷൻസ് കൊടുക്കാറുണ്ട്. സോ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ്. ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ലോക്കർ, സേഫ് കസ്റ്റഡി ഓഫ് ജ്വല്ലറി, വാല്യുബിൾസ് ഒക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട് ബാങ്ക്. അതേപോലെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്സ്, ബാങ്ക് ഡ്രാഫ്റ്റുകൾ, ക്രെഡിറ്റ് കാർഡ്സ്, ട്രാവലേഴ്സ് ചെക്ക് ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അണ്ടർ റൈറ്റിംഗ് ചെയ്യാറുണ്ട്. അത് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിന്റെ സമയത്ത് നിങ്ങളത് പരിചയപ്പെട്ടിട്ടുള്ള ടേമാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച്, ഇമ്പോർട്ടേഴ്സ്, ട്രാവലേഴ്സ് അവർക്കൊക്കെ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഇമ്പോർട്ടേഴ്സിനും ട്രാവലേഴ്സിനും ഒക്കെ. പിന്നെ ബാങ്ക് ഡ്രാഫ്റ്റ്.
ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അത് മണി റെമിറ്റ് ചെയ്യാൻ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റെമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാങ്ക് ചെറിയൊരു ചാർജ് ഇതിന് പിടിക്കാറുണ്ട്, ബാങ്ക് ഡ്രാഫ്റ്റിന്. സോ ഇത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ടും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാറ്. താങ്ക് യു.